മോഡൽ ഹൈസ്കൂളിലെ 10ാം തരത്തിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ ലൈബ്രറിയിൽ നിന്നും ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഈയിടെ വായിച്ചൊരു പുസ്തകമാണ് RK നാരായണൻ്റെ മാൽഗുഡി ദിനങ്ങൾ. ഇന്തോ ആംഗ്ലിയൻ എഴുത്തുകാരിൽ പ്രമുഖനാണ് RK നാരായണൻ. സാങ്കല്പിക ഗ്രാമമായ മാൽഗുഡിയും അവിടുത്തെ ജനങ്ങളും കുറിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം നോവലുകളും ചെറുകഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാൽഗുഡി ദിനങ്ങൾ എന്നീ പുസ്തകം വിവർത്തനം ചെയ്തിരിക്കുന്നത് റോയ് കുരുവിളയാണ്. മൊത്തം 32 കഥകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ആൻ ആസ്ട്രോളജൻസ് ഡേ എന്ന കഥാസമാഹാരത്തിൽ നിന്നും 16 കഥകളും, ലവ്ലി റോഡ് എന്ന കഥാസമാഹാരത്തിൽ നിന്നും 8 കഥകളും മറ്റ് 8 കഥകളുമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കഥ ലവ്ലി റോഡ് എന്ന കഥയാണ്. വായാടിയായി മനുഷ്യൻ പറഞ്ഞു, മാൽഗുഡി ഒരു മുനിസിപ്പാലിറ്റി ഉള്ളതിനെക്കുറിച്ച് വർഷങ്ങളായ ആളുകൾ ബോധവാന്മാരായിരുന്നില്ല. നഗരം അതിൻ്റെ ദൂഷ്യഫലങ്ങളൊന്നും കാട്ടുന്ന ഒന്നായിരുന്നില്ല. രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ അവയുടെ ഗതി പൂർത്തിയാക്കിയ ശേഷം അപ്രത്യക്ഷമാകും. രോഗങ്ങൾക്ക് പോലും ഒരു ദിവസം അവസാനിക്കണമല്ലോ. കാറ്റടിച്ച് പൊടിയും ചവറുമെല്ലാം നോക്കെത്താവുന്നതിനപ്പുറത്തേക്ക് പറന്നുപോയി കളയും. ഓടകളിൽ വെള്ളം കയറുകയും ഇറങ്ങുകയും പറന്നുപോയി കളയുകയും ചെയ്യുന്നു. മുനിസിപ്പൽ ചെയർമാൻ തൻ്റെ ബാൽക്കണിയിൽ നിന്ന് സദയം താഴേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു. ഈ മഹത്തായ അവസരത്തിനായി നമ്മൾ നമ്മുടേതായ എളിയ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തോടൊപ്പമുള്ള 1-2 കൗൺസിൽ അംഗങ്ങൾ ആ കണ്ണുകളിൽ അശ്രുകൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുദ്ധവേളയിൽ സൈന്യത്തിലേക്ക് സ്വന്തം നിലയ്ക്കൊരു പുതപ്പ് വിതരണം ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം. ഈ റോഡിൽ ഒരു തെങ്ങുണ്ടായിരുന്നു. ചെരുപ്പ് കുത്തി വീണ്ടും റോഡിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അഹങ്കാരം പിടിച്ച് തെണ്ടി അരിശത്തോടെ റാവു പിറുപിറുത്തു. എൻ്റെ ആയ കാലത്തായിരുന്നെങ്കിൽ ഇവനെ ഞാൻ അടയാളം കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിൽ റാവു മുന്നോട്ട് തന്നെ നീങ്ങി. വേറെ ചിലരോടും ഇതേ കാര്യം തന്നെ അന്വേഷിച്ചെങ്കിലും എവിടെയോ ആയിരുന്നു താൻ വന്നുകൊണ്ടിരുന്നത്. റാവു പിറുപിറുപ്പായി. ഇപ്പോഴെല്ലാം മാറിയിരിക്കുന്നു. ഗോകുലം തെരുവും അവിടുത്തെ തെങ്ങും അറിയാമായിരുന്ന തലമുറ ഇല്ലാതായിരിക്കുന്നു. ഞാൻ ഒരാൾ മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ തലമുറ ഭൂതകാലത്തെക്കുറിച്ച് തികച്ചും അജ്ഞരാണ്. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ് ഇതിലെല്ലാം. സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതങ്ങൾ വളരെ ലളിതമായ ഭാഷയിലാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ പുസ്തകം വായിക്കാൻ ഞാൻ നിർദ്ദേശിക്കുകയാണ്.